എൻ്റെ പേര് അർജുൻ, കാസർഗോഡ് നിന്ന് എഴുതുകയാണ്. ഞാൻ MSc ഗ്രാജുവേറ്റഡ്. ഗ്രാജുവേറ്റ് കാസർഗോഡ് ബേക്കൽ ഫോർട്ടിനടുത്ത്. ഞാൻ 24. ഒന്നാമത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾക്ക് ഓരോരോ ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ മറ്റ് ജോലികൾ ചെയ്താൽ എത്രത്തോളം ഞങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണെങ്കിൽ എന്താ പറയുക, ക്വിക്ക് റിച്ച് അല്ല, പക്ഷേ അതിൻ്റെ ഒരു സ്കില്ല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഞങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ, ആ സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു നല്ലൊരു സക്സസ് കിട്ടുന്നു. ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് അറിയുന്നത്. മില്യൺ ഡോട്ട്സിൻ്റെ തന്നെ, അതുപോലെ മറ്റ് ഒരുപാട് സജഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ കുറേ റിസർച്ച് ചെയ്ത് ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു. ബേസിക്സ് കാര്യങ്ങളും ഒക്കെ. അങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റ് ഞാൻ ഈ ഫീൽഡിനോട് തോന്നുന്നത്. കറൻ്റ്ലി ഞാനൊരു കരിയറായിട്ടാണ് കരുതുന്നത്. ബട്ട് ഒരു സൈഡ് ഇൻകം മറ്റു ജോലി ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഫാമിലിയും ഫ്രണ്ട്സിനും വലിയൊരു എന്താ പറയുക, താല്പര്യമില്ലാത്ത ഫീൽഡാണ് ഈ ട്രേഡിങ്. ഒന്നാമത് അവർക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ നോളേജ് ഇല്ല. അതുതന്നെയാണ് മെയിൻ റീസൺ. പിന്നെന്താ പറയുക, പണ്ട് മുതലേ പറഞ്ഞ് പരത്തുന്നതെന്നാണ് പൈസ നഷ്ടപ്പെടും, മൊത്തം നഷ്ടപ്പെട്ട കഥകൾ മാത്രമാണ് അധികം ആൾക്കാരും കേൾക്കുന്നത്. ഇതിൽ കിട്ടിയതൊന്നും ആൾക്കാർക്ക് അങ്ങനെ അറിയുന്നില്ല. അപ്പോൾ പറഞ്ഞ് സമ്മതിക്കാൻ കുറച്ച് വളരെ ചെറിയ ശതമാനം ആൾക്കാരാണ് പ്രോഫിറ്റ്. അതെ. നോളജ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. നോളജ്, പിന്നെ ഇമോഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് മണി മാനേജ്മെൻറ്റ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് സക്സസ് ആവാൻ പറ്റാത്തത്. മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റി, ഒരു ഫിക്സ്ഡ് സ്ട്രാറ്റജി പഠിക്കാൻ പറ്റി. അത് തന്നെ കണ്ടിന്യൂസ് ചെയ്യണം എന്നാണ് ഇവിടെ നിന്നും പറയുന്നത്. അത് തന്നെയാണ് കണ്ടിന്യൂസ് ചെയ്തു പോകുന്നത്. അതുപോലെ എന്താ പറയുക, മണി മാനേജ്മെൻറ്റ്, ഇമോഷൻ കൺട്രോള്, റിസ്ക് മാനേജ്മെൻറ്റ്, ഇതൊക്കെ പഠിക്കാൻ പറ്റിയിരുന്നു. അത് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 18% ടോട്ടൽ ക്യാപിറ്റലിൻ്റെ പറയും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 20K വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിന്ന് 20K ആണ് ടോട്ടൽ ക്യാപിറ്റൽ. അതിലൊരു 10K ആണ് ഞാൻ ഡിപ്ലോയ് ചെയ്തത്. ടോട്ടൽ ഒരു ഓൾമോസ്റ്റ് ഇപ്പോൾ ഫെബ്രുവരി മന്തിൻ്റെ നോക്കുമ്പോൾ ഏകദേശം 1.88K പ്രോഫിറ്റബിളാണ്. അതും 1 വീക്കിനോടാണ് ഞാൻ അധികം ട്രേഡ് ചെയ്തത്. 1 വീക്കിനുള്ളിലാണ് ഈ ഒരു പ്രോഫിറ്റ് എനിക്ക് കിട്ടിയത്. ഇപ്പോഴേ ഇല്ല, ഞാൻ കുറച്ചും കൂടി ഒന്ന് ഇതിനോട് സെറ്റായി കൊണ്ടുവരികയാണ്. എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുകയാണ്. അതിന് ശേഷം ഒരു കോൺഫിഡൻസ് വന്നാൽ ഞാൻ കുറച്ചും കൂടി റൈസ് ചെയ്ത് ക്യാപിറ്റൽ കൂട്ടി ലോട്ട് കൂട്ടി ചെയ്യാൻ ശ്രമിക്കും. കമ്മ്യൂണിറ്റിയിലേക്ക് സ്വിങ്ങിലേക്ക് ചേർന്നിട്ടുണ്ട്. ഓപ്ഷൻസ് കൂടി ചേരണമെന്നുണ്ട്. മില്യൺ ഡോട്ട്സിനോട് പറയാനുള്ളത്, ഇവിടുത്തെ മോശം പറയാനൊന്നുമില്ല. എല്ലാ ലെക്ചേഴ്സും നല്ല അടിപൊളിയായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഏത് ഡൗട്ട്സ് ചോദിച്ചാലും, ഇപ്പോൾ സെയിം ഡൗട്ട് പലതവണ ചോദിച്ചാലും ഒരു മടിയും കൂടാതെ പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്നും ഒരു നെഗറ്റിവിറ്റിയും ഇല്ല. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം സിങ് എടുക്കുമ്പോൾ നല്ല കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് ക്ലാസ് എടുത്തത്. അവിടെ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം അന്നത്തെ ഡൗട്ട് അന്ന് തന്നെ ക്ലിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിറ്റേ ദിവസം ക്ലിയർ ചെയ്യുന്നത്, ഒരു കണ്ടിന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഒരു സെറ്റായിരുന്നു സിങ്. പക്ഷെ അതിനുശേഷം ഈ ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിങ്ങും ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും മിക്സ് ആയിരുന്നു. അതായത് 2 ദിവസം ഓപ്ഷൻ സെല്ലിങ്, അതിനുശേഷം 2 ദിവസം ഓപ്ഷൻ ബൈയിങ്. ഇപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിന് കിട്ടിയ സാറ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഡൗട്ടിൻ്റെ ക്ലിയറിങ് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷമാണ് ജിത്തു സാറിൻ്റെ ഓർഡർ ഫ്ലോ വരുന്നത്. നല്ല ഉപകാരപ്പെട്ട സാധനമായിരുന്നു. എന്താ പറയുക, ഓപ്ഷൻ ബൈയിങ്ങിനൊരു നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ എനിക്ക് ആ 1 വീക്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഓർഡർ ഫ്ലോക്ക് ശേഷം. അതിനുശേഷം മുമ്പും ലോസ് ആയിരുന്നു. ഓർഡർ ഫ്ലോ പഠിച്ചതിന് ശേഷം ഒരു എന്താ പറയുക, എൻട്രി എടുക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടി. ഒരുപാട് എൻട്രീസ് ഉണ്ട്. അത് കാരണം നമുക്ക് ഓർഡർ ഫ്ലോ അതിൻ്റെ ഒരു എന്താ പറയുക ഡാറ്റാസ് കിട്ടുന്നുണ്ട്. നല്ല ഉപകാരമായിരുന്നു. പിന്നെ ജിത്തു സാറ്
ഞാൻ ആദ്യം പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ക്ലാസ് കിട്ടി. 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കിട്ടി. ഫുൾ ഡൗട്ട് ക്ലിയർ ആയിരുന്നു. സാറ് നല്ല സപ്പോർട്ടായിരുന്നു സാറ്. അതുകൊണ്ട് നല്ല കോൺഫിഡൻസ്. നമ്മൾ പറഞ്ഞ മാതിരി ഓപ്ഷൻ ബൈയിങ് സെല്ലിങ്ങിന്റെ സാധനം ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു ഫിക്സ് ചെയ്തതിന്. അതായത് ഫസ്റ്റ് വീക്ക് സ്വിങ്, സെക്കൻഡ് വീക്ക് ഓപ്ഷൻ സെല്ലിങ്, പിന്നെ ഓപ്ഷൻ ബൈയിങ്. അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം.